ഇപ്പൊ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും അവിടെ ബ്ലെയിം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് 2K കിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്ന് അവരെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇപ്പൊ 2K കിഡ്സിനെ കുറിച്ച് നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരിങ്ങനെ ആവാനുള്ള റീസൺസ് നമ്മൾ 90s 80s 70s ഒക്കെയാണ്. നമ്മൾ ചില കമന്റ് ബോക്സിലൊക്കെ കാണാം, ഞാൻ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഞാൻ ബാലരമ വായിക്കുമായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ കാണാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മെയിൻലി 3 കാര്യങ്ങളാണ് ഈ 2K കിഡ്സിനെ ഇത്തരം പല ക്രൈമുകളിലേക്കും എത്തിക്കുന്നത്. ഒന്ന് പാരന്റിംഗ് ആണ്, രണ്ടാമത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്, മൂന്നാമത് നമ്മുടെ സൊസൈറ്റി ആണ്. പാരന്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു സബ്ജക്റ്റ് ആണ്. അതിൽ ബാഡ് പാരന്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഗുഡ് പാരന്റിംഗ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ 3 കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മളെ പാരന്റിംഗിൽ തന്നെ നമ്മൾ ഒരിക്കലും നമ്മളൊരു കുട്ടീനെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്ത്, അത് സ്വന്തം സഹോദരങ്ങളായിക്കോട്ടെ അതല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലൊരാളായിക്കോട്ടെ, ആരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. രണ്ടാമതായിട്ട് നമ്മുടെ എന്താണ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അത് ചെറുപ്പം മുതലേ കുട്ടി മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കാൻ. അതല്ലാതെ നമ്മൾ അതെല്ലാം മറച്ചു വെച്ചിട്ട് ഞാൻ എന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒരിക്കലും എന്റെ മക്കളെ അറിയിക്കില്ല എന്ന് പറഞ്ഞ് വളർത്തരുത്. കാരണം അവന് അവന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കഴിയുമ്പോൾ എല്ലാം നമ്മൾ ചോദിക്കുമ്പോൾ കെട്ടിക്കുറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കിട്ടാതിരിക്കുമ്പോൾ അവന് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേറ്റ് ഇല്ലാതിരിക്കരുത്. കാരണം നമ്മളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു കുട്ടിയായിട്ടുള്ള നമ്മളൊരു സൗഹൃദവും കാര്യങ്ങളും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നത്. കാരണം പാരന്റ്സ് ആകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എങ്ങനെ കുട്ടിയോട് സംസാരിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ സംസാരിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സംസാരിക്കുമ്പോൾ മാത്രമാണ് ആ കുട്ടിക്ക് നമ്മളോടുള്ള ഒരു പേടിയും മറ്റു കാര്യങ്ങളൊക്കെ കുറയുള്ളൂ. കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു എഫക്ട് ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആ കുട്ടി നമ്മളോട് ആദ്യം തുറന്ന് പറയാനുള്ള ധൈര്യം ആ കുട്ടിക്ക് വരണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്.